സുന്നി മഹല്ല് ഫെഡറേഷന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് കെ ആലിക്കുട്ടി മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി യു ഹാജി, ട്രഷറർ അബ്ബാസ് അലി തങ്ങൾ എന്നിവർ തുടരും. കമ്മിറ്റിയിൽ സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ ആധിപത്യമുണ്ട്. വഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വർക്കിംഗ് പ്രസിഡന്റാണ്. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ സമസ്തയിൽ പുതിയ സുന്നി മഹല്ല് ഫെഡറേഷന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി വരുമ്പോൾ അതിൽ കൂടുതൽ ലീഗ് പ്രതിനിധികളാണോ? എന്താണ് ഇപ്പോൾ പുതിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന വിവരങ്ങൾ? സ്മൃതി, ലീഗ് അനുകൂലികളുടെ ശക്തമായ ആധിപത്യം തന്നെ ഇത്തവണത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനികൾ അഥവാ ഇതിൻ്റെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കെ ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറായിട്ടുള്ള ലീഗ് അനുകൂലികളുടെ വിഭാഗത്തിൽ തന്നെ പെട്ടിട്ടുള്ള മുതിർന്ന നേതാവായിട്ടുള്ള യു ഹാജി ഉൾപ്പെടെ, അതിനോടൊപ്പം തന്നെ ട്രഷറായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള യു ഹാജിയും ട്രഷറായി പാണക്കാട് അബ്ബാസ് അലി തങ്ങളും തലസ്ഥാനത്ത് തന്നെ തുടരും. അതിനപ്പുറത്തേക്ക് പുതിയ ഒരു ചേരിയെ തന്നെ ഇത്തവണത്തെ ഈ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അതിലൊന്ന് സമസ്ത ലീഗ് അനുകൂലികൾക്ക് തന്നെ നേതൃത്വം നൽകുന്ന കേന്ദ്ര മുഷാറാംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ വഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയെ ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറിയായി അബ്ദുൽ സമദ് പൂക്കോട്ടൂരിനെയും സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയായി നാസർ ഫൈസി കൂടത്തായിയും തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ മൂന്ന് ആളുകൾ എന്ന് പറയുന്നത് വഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ആണെങ്കിലും അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ആണെങ്കിലും നാസർ ഫൈസി കൂടത്തായി ആണെങ്കിലും ശക്തമായ രീതിയിൽ സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനികളാണ്. ഇവരൊക്കെ തന്നെ അതിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ലീഗ് നേതാക്കൾ കൂടിയായിട്ടുള്ള കോഴിക്കോട് നിന്നുള്ള MC മായനാജിയും അബ്ദുറഹ്മാൻ കല്ലായും കണ്ണൂരിൽ നിന്നുള്ള അബ്ദുറഹ്മാൻ കല്ലായും ഒക്കെ തന്നെ വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മറ്റ് രണ്ട് വൈസ് പ്രസിഡന്റുമാർ എന്ന് പറയുന്നത് പാലക്കാടുള്ള നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരും വയനാട് നിന്നുള്ള KT ഹംസ മുസ്ലിയാരുമാണ്. അതിനോടൊപ്പം തന്നെ സെക്രട്ടറിമാരായ PC ഇബ്രാഹിം ഹാജി വയനാട്, CT അബ്ദുൽ ഖാദർ ഹാജി കാസർഗോഡ്, പ്രൊഫസർ തോന്നക്കൽ ജമാൽ തിരുവനന്തപുരം, ഇബ്രാഹിം കുട്ടി ഹാജി വളക്കടം, ബദറുദ്ദീൻ അഞ്ചൽ എന്നിവരെയാണ് മറ്റ് ഭാരവാഹികളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ അഡ്വൈസറി ബോർഡിൽ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളെ നിലനിർത്തിയിട്ടുമുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ജിഫ്രി മുത്തുക്കോത്തങ്ങൾ, കൊയ്യോട് ഉമർ മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ തന്നെ UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സമസ്തയുടെ പ്രധാന നേതാക്കളെയും പാണക്കാട് സാദിഖ് അലി തങ്ങളെയും അഡ്വൈസറി ബോർഡ് നേതാക്കളായി നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും സുന്നി മഹല്ല് ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് കോടതി വരെ കയറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ പാലക്കാട് ഒഴികെയുള്ള മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ ലീഗ് അനുകൂലികൾ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുമ്പോൾ, സംസ്ഥാന നേതൃത്വം വരുമ്പോൾ അത് പൂർണ്ണമായും സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയായി സുന്നി മഹല്ല് ഫെഡറേഷൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.